ടു എക്സാം പോയിന്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മളുടെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് 4 ചാപ്റ്ററുകൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലെ 5th ചാപ്റ്ററാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഏൻഷ്യൻ തമിഴകം എന്നാണ്. അതായത് പ്രാചീനകാല തമിഴകത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രാചീനകാല തമിഴകം എന്നറിയപ്പെടുന്ന ദേശങ്ങളെ അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്ന ദേശങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററായിട്ടുള്ള നോട്ട്സുകളെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ എക്സാം പോയിൻ്റെ ഗൈഡിൽ നിന്നാണ്. അപ്പം ഗൈഡ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ്സ് ഒക്കെ കുറച്ചുകൂടി ക്ലിയർ ആകും. അതേപോലെ തന്നെ ചാപ്റ്ററുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ നമ്മളുടെ ഗൈഡിലുണ്ട്. അതൊക്കെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് എക്സാമിന് അത് കുറച്ചുകൂടി ഈസി ആക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു തമിഴ് പോയത്തിൻ്റെ ഒരു ചെറിയ പാട്ടാണ്. കലം ചെയ്കോവേ കലം ചെയ്കോവേ അച്ചുടൈച്ച കാട്ടാരം പൊരുന്തിയ ചിറ്റുവെൺ പല്ലി പോലെ തന്നൊടു ചുരം പലവന്തമക്കുമരുളി വിയൻ മലരകൻ പൊഴിലി മത്താഴി അകലിത കവനൈമോ നനന്തലൈ മൂരൂർ കലം ചെയ്കോവേ. പൂറനാനൂറ് എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്നെടുത്തിരിക്കുന്ന ഒരു ചെറിയ പോർഷനാണിത്. ഇതിൻ്റെ ഇംഗ്ലീഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓ പോട്ടർ ലൈക്ക് എ ടൈനി വൈറ്റ് ലിസാർഡ് ഹഗ്ഗിങ് ദി സ്പോക്ക് ഓഫ് എ ടേണിംഗ് കാർട്ട് വീൽ ഈസ് ക്യാരിഡ് ടു പ്ലേസസ് എഫർ. I have been a part of all his joys and sorrows. He has passed away now. Make sure the urn for his burial is wide enough for me too. അതായത് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു. അപ്പം ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭർത്താവിനെ കുഴിച്ചിടാൻ വേണ്ടി സംസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കലത്തിൽ എനിക്കും കുറച്ച് ഭാഗം അല്ലെങ്കിൽ എന്നെയും കൂടി കുഴിച്ചിടാൻ ഭാഗത്തിന് വലിപ്പം ആ കലത്തിനുണ്ടാക്കണം എന്നാണ് ഈ സ്ത്രീ പോട്ടറിനോട്, അതായത് കല ഉണ്ടാക്കുന്ന ആളോട് പറയുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു പോയമാണിത്. അതിൻ്റെ ഒരു ആ പോയത്തിൻ്റെ മീനിങ് ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. കലമുണ്ടാക്കുന്നവരെ വണ്ടിച്ചക്രത്തിൽ കയറിയിരിക്കുന്ന പല്ലി അതോടൊപ്പം കറങ്ങി വളരെ ദൂരെ ചെല്ലുന്നത് പോലെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളിലെല്ലാം അദ്ദേഹത്തോടൊന്നിച്ച് പങ്കുകൊണ്ടവളാണ് ഞാൻ. അദ്ദേഹം ഇതാ മരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഈ കലം എന്നെ കൂടി ഉൾക്കൊള്ളാനുള്ള വലിപ്പമുള്ളതാകട്ടെ. അതായത് സ്ത്രീയെയും കൂടി ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കലം ഉണ്ടാക്കണം എന്നാണ് ആ ഒരു പോട്ടറിനോട് ആവശ്യപ്പെടുന്നത്. അപ്പം ഈ പോയത്തിൻ്റെ അർത്ഥം ഇതാണെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈ പോയത്തെക്കുറിച്ചല്ല. ഈ പോയത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ സംസ്കരിക്കാനായിട്ട് കലം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ കലത്തിൽ സംസ്കരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആ കാലത്ത് പണ്ട് കാലത്തിൽ ഇങ്ങനൊരു സംസ്കാരം അവരുടെ ഇടയിൽ നിലനിന്നിരുന്നു എന്നതിന് സൂചനയാണിത്. അതായത് മരിച്ചവരെ കലത്തിനുള്ളിലാക്കി കുഴിച്ചിടുന്ന ഒരു സംസ്കാരമായിരുന്നു പഴയ തമിഴകത്തിൽ ഉണ്ടായിരുന്നത് എന്ന സൂചനയാണ് ഈ ഒരു പോയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. The practice of burying the remains of deceased by placing them in a big urn prevailed in ancient തമിഴകം. അതായത് പഴയ തമിഴകത്തിൽ, അതായത് വലിയ കലത്തിനകത്താക്കിയാണ് മരിച്ച ആളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഏൺസിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കലങ്ങളെ നന്നങ്ങാടി അല്ലെങ്കിൽ നന്നങ്ങാടികൾ എന്നാണ് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണത് അറിയപ്പെട്ടിരുന്നത്. ഇനി ചില സ്ഥലങ്ങളിൽ ഈ നന്നങ്ങാടിയുടെ മേളിൽ വലിയ വലിയ കല്ലുകൾ അവർ വെക്കുമായിരുന്നു. ഇൻ സം ഏരിയാസ് ബിഗ് സ്റ്റോൺസ് were placed above such urn burials. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ നന്നങ്ങാടികളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ അവയെ കുഴിച്ചിടുന്ന സ്ഥലങ്ങളൊക്കെ ബേസ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നന്നങ്ങാടികളുണ്ട്. അതൊക്കെ ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് സ്റ്റോൺ സർക്കിൾ, അതായത് കൽവളയം. പിന്നെ ഡോൾമെൻ, അതായത് കന്മേശ. പിന്നെ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ കല്ലറകൾ. അതേപോലെ തന്നെ റോക്ക് ചേംബർ എന്ന് പറഞ്ഞാൽ മുനിയറ. അതേപോലെ തൊപ്പിക്കല്ല്, കുടക്കല്ല്. സാർക്കോഫാഗസ് എന്ന് പറഞ്ഞാൽ കൽത്തൊട്ടി. അതേപോലെ മെൻഹീർ, നാട്ടുകല്ല്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നന്നങ്ങാടികൾ ഏതൊക്കെയാണെന്നുള്ള പിക്ചറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സ്റ്റോൺ സർക്കിൾ. 2 ഡോൾമെൻ. ഓക്കെ, അപ്പം ഇതാണ് ഡോൾമെൻ എന്ന് പറയുന്നത്. ഡോൾമെൻ. അതേപോലെ തന്നെ
ഇതാണ് സിസ്റ്റ്, കല്ലറ എന്ന് പറയുന്നത്. അപ്പം തമിഴകത്തിൽ, അതായത് ഏൻഷ്യൻ തമിഴകത്തൊക്കെ നിലനിന്നിരുന്ന കല്ലറകളുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അതേപോലെ ഇതാണ് റോക്ക് ചേംബർ എന്ന് പറയുന്നത്, റോക്ക് ചേംബർ. അതേപോലെ തന്നെ ഇതാണ് തൊപ്പിക്കല്ല് എന്ന് പറയുന്നത്, തൊപ്പിക്കല്ല്. ഓക്കെ, അപ്പം ഇതാണ് കുടക്കല്ല്. ചില സ്ഥലങ്ങളിലൊക്കെ തൊപ്പിക്കല്ല് കുടക്കല്ലൊക്കെ നമുക്ക് മാറിപ്പോകാറുണ്ട്. അപ്പം ഇങ്ങനെയാണ് തൊപ്പിക്കല്ലിൻ്റെയും കുടക്കല്ലിൻ്റെയും ഒക്കെ സ്ട്രക്ചർ ഏകദേശം ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇതാണ് കൽത്തൊട്ടി അല്ലെങ്കിൽ സാർക്കോഫാഗസ് എന്ന് പറയുന്നത്, സാർക്കോഫാഗസ്. ഇനി ഇതാണ് മെൻഹിർ. ഓക്കെ, മെൻഹിർ എന്ന് പറയുന്ന ഈ ടൈപ്പ് ഓഫ് ഒരു അടക്കം ചെയ്യൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മോണുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് വേൾഡിൽ ഉള്ളതാണ്. അതായത് വേൾഡിലെ ഡിഫറെൻറ്റ് പാർട്സിലും ഇങ്ങനെ മെൻഹിറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ ആ പിക്ചറിൽ കണ്ട മോണുമെൻറ്റ്സും ഇവരെ നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു പിക്ചേഴ്സിൽ കാണുന്ന സ്മാരകങ്ങളെ നമ്മൾ വിളിക്കുന്നത് മെഗാലിത്തിക് മോണുമെൻറ്റ്സ് എന്നാണ്. ഓക്കെ, അതായത് മഹാശിലാ സ്മാരകങ്ങൾ. ഓക്കെ, അപ്പം ഈ ഉള്ള മോണുമെൻറ്റ്സിനെ എല്ലാം മെയ്ഡ് ചെയ്ത ആ പീരീഡിനെ നമ്മൾ വിളിക്കുന്നത് മെഗാലിത്തിക് പീരീഡ് എന്നാണ്. ആ കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്നത് മഹാശിലാ കാലഘട്ടം എന്നാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഏൻഷ്യൻ തമിഴകത്തെക്കുറിച്ചുള്ള, അതായത് പഴയകാല തമിഴകത്തെക്കുറിച്ചുള്ള ചരിത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ ഇൻഫോർമേഷൻ സോഴ്സസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. മെഗാലിത്തിക് മോണുമെൻറ്റ്സ്, ഇപ്പം നമ്മൾ പറഞ്ഞ മഹാശില സ്മാരകങ്ങളിൽ നിന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടിയിരുന്നു. അതേപോലെ തന്നെ ഏൻഷ്യൻ തമിഴ് സോങ്സ്, അതായത് പഴയകാല തമിഴ് പാട്ടുകൾ. അതേപോലെ തന്നെ കോയിൻസ്, ട്രാവലോഗ്സ്, തമിഴ് ഇൻസ്ക്രിപ്ഷൻസ്, അതായത് തമിഴ് ലിഖിതങ്ങൾ, കുറിപ്പുകൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് പഴയകാല തമിഴകത്തെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഓക്കെ, ഇനി ഈ മെഗാലിത്തിക് മോണുമെൻറ്റ്സിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഈ മെഗാലിത്തിക് മോണുമെൻറ്റ്സിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയൺ ടൂൾസിനെ നമ്മൾ ഡിസ്കവർ ചെയ്തു. അതായത് ഇരുമ്പ് ഉപകരണങ്ങളെ നമുക്ക് ഈ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം തരം ഇരുമ്പ് ഉപകരണങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചതെന്ന് നോക്കിയേ. സ്വോർഡ്, അതായത് വോള്, സ്പിയർ, കുന്തം, നൈഫ്, കത്തി, ഹുക്ക്, ചൂണ്ടക്കൊളുത്ത്, ലാമ്പ്, വിളക്ക്, നെയില്, ആണികൾ, വിളക്ക് കാല്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയൺ കൊണ്ട് ഉണ്ടാക്കിയ ടൂൾസ്, അതായത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളെ നമുക്ക് മെഗാലിത്തിക് മോണുമെൻറ്റ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാം ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക ഈ അയൺ ടൂൾസിനെ നമുക്ക് ഈ മെഗാലിത്തിക് മോണുമെൻറ്റ്സിൽ നിന്ന് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ടൂൾസിൻ്റെ ഒരു പിക്ചറാണ് ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ, അതായത് തെക്കേ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പല പാർട്സിൽ നിന്ന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഗാലിത്തിക് മോണുമെൻറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഡിഫറെൻറ്റ് പാർട്സ്, അതായത് സൗത്ത് ഇന്ത്യയിലെ ഏതെല്ലാം പാർട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെല്ലാം പ്രദേശങ്ങളിൽ നിന്നാണ് ഈ മെഗാലിത്തിക് മോണുമെൻറ്റ്സിനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞതെന്നാണ് ഇവിടെ പറയുന്നത്. നോക്കി, കൊടുമണൽ, അളകര, തിരുക്കാമ്പലിയൂർ, പഴനി, ആദിച്ചനെല്ലൂർ, ചെറുമനങ്ങാട്, മറയൂർ, ഉമിച്ചിപ്പോയിൽ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ, അതായത് സൗത്ത് ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് ഇവയെല്ലാം. സൗത്ത് ഇന്ത്യയിലെ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് മെഗാലിത്തിക് മോണുമെൻറ്റ്സ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംഘം ലിറ്ററേച്ചറിനെ കുറിച്ചാണ്, അതായത് സംഘം കൃതികൾ. ഓക്കെ, അപ്പം നമ്മുടെ ഈ മെഗാലിത്തിക് മോണുമെൻറ്റ്സ്, നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന മെഗാലിത്തിക് മോണുമെൻറ്റ്സും അതേപോലെ തന്നെ ഏൻഷ്യൻ തമിഴ് സോങ്സും എല്ലാം സെയിം പീരീഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഒരേ കാലഘട്ടത്തിലാണ് പഴന്തമിഴ് പാട്ടുകളും അതേപോലെ തന്നെ മഹാശിലാ സ്മാരകങ്ങളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പലവട്ടമായിട്ട് ഏൻഷ്യൻ തമിഴകം എന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലേ. എന്നാൽ ഏതെല്ലാം റീജിയൻസ് ആണ് ഈ ഏൻഷ്യൻ തമിഴകത്തിൽ പെട്ടിരുന്നത് എന്നാണ് ഇനി നോക്കുന്നത്. The region ranging from തിരുപ്പതി in ആന്ധ്രാപ്രദേശ് to കന്യാകുമാരി, അതായത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി എന്ന് പറയുന്ന റീജിയൻ തൊട്ട്
കന്യാകുമാരി വരെയുള്ള റീജിയനെയാണ് നമ്മൾ തമിഴകം അല്ലെങ്കിൽ ഏൻഷ്യൻ തമിഴകം എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ കാലത്തെ അതായത് ഏൻഷ്യൻ പീരീഡിലെ തമിഴകം എന്ന് പറയുന്നത് ഈ തിരുപ്പതി തൊട്ട്, അതായത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി തൊട്ടിട്ട് കന്യാകുമാരി വരെയുള്ള റീജിയനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൻ്റെ ഇടയിൽ നമ്മളുടെ കേരളവും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് സംഘം ലിറ്ററേച്ചർ? അതായത് നമ്മളുടെ ഈ ഏൻഷ്യൻ തമിഴകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏൻഷ്യൻ തമിഴകത്തിലെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽസ്, അവരുടെ രീതികൾ എല്ലാം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ കിട്ടുന്നത് ആ കാലത്തിലെ തമിഴ് സോങ്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഏൻഷ്യൻ തമിഴ് സോങ്സിൻ്റെ ഒരു വലിയ കളക്ഷനെയാണ് നമ്മൾ സംഘം ലിറ്ററേച്ചർ അഥവാ സംഘസാഹിത്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ഏൻഷ്യൻ തമിഴകത്തെക്കുറിച്ചുള്ള ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന തമിഴ് സോങ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ സംഘം ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ലിറ്ററേച്ചേഴ്സിൽ, അതായത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സാഹിത്യത്തിൽ, അതായത് ഏൻഷ്യൻ തമിഴകത്തെക്കുറിച്ച് ഇതുവരെ കിട്ടിയിട്ടുള്ള സാഹിത്യത്തിൽ ഏറ്റവും പഴയ ലിറ്ററേച്ചറാണ് ഈ സംഘം ലിറ്ററേച്ചർ അല്ലെങ്കിൽ സംഘസാഹിത്യം എന്ന് ഈ പറയുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് these were compiled in the period between BCE 300 and CE 300. ഓക്കെ, അതായത് BCE 300-നും CE 300-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഈ സമാഹാരം, അതായത് സംഘം ലിറ്ററേച്ചർ എന്ന ലിറ്ററേച്ചർ രൂപപ്പെട്ടത്, അല്ലെങ്കിൽ ഈ സാഹിത്യത്തിൻ്റെ സമാഹാരം രൂപപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. മറ്റൊരു തമിഴ് പോയത്തിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നാടാ കൊൻട്രോ കാടാ കൊൻട്രോ അവല കൊൻട്രോ മിജയ്യ കൊൻട്രോ എവഴി നല്ലവരാടവർ അവഴി നല്ലേ വഴിയനിലേനെ. അതായത്, ഓ എർത്ത് വെദർ യു ആർ പ്ലെയിൻ ഓർ ജംഗിൾ ഹിൽ ഓർ വാലി യു ആർ ഗുഡ് ഓൺലി ഇഫ് ദ വിർച്വസ് ഫോക്സ് റിസൈഡ് ദെയർ യു ഹാവ് നോ വിർച്യു ഓഫ് യുവർ ഓൺ. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, അല്ലയോ ഭൂമി, നീ ഒന്നുകിൽ നാട് തന്നെ ആവുക അല്ലെങ്കിൽ കാട് തന്നെ ആവുക, ഒന്നുകിൽ കുഴിയാവുക അല്ലെങ്കിൽ കുന്നാവുക. എങ്ങനെയായാലും എവിടെ നല്ലവർ വസിക്കുന്നു അവിടെ നീയും നല്ലതാണ്, നിനക്കായിട്ട് മാത്രം ഒരു നന്മയുമില്ല. അപ്പോൾ ഈ ഒരു പോയം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയമാണല്ലേ. അപ്പോൾ ഈ പോയം എഴുതിയത് ഔവയ്യാർ എന്ന് പറയുന്ന ഒരു കവയിത്രിയാണ്. അതായത് സംഘം പീരീഡിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ സംഘം ലിറ്ററേച്ചർ രൂപപ്പെട്ട ആ ഒരു കാലഘട്ടത്തിലെ പ്രശസ്തയായ ഒരു കവയിത്രിയായിരുന്നു ഔവയ്യാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഔവയ്യാർ എന്ന് പറയുന്ന കവയിത്രിയുടെ ഒരു കവിതയുടെ ഒരു ചെറിയ പാർട്ടാണ് നമ്മളിതേ ഇപ്പോൾ ഇവിടെ കണ്ടത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഈ ഔവയ്യാറിനെ പോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഒരുപാട് കവയത്രികളായ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് ഔവയ്യാർ there were several women poets during that period. ഓക്കെ, അവരിൽ ചിലരാണ്, അതായത് ഫേമസ് ആയിട്ടുള്ള കുറച്ച് പോയറ്റുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ആ പോയറ്റുകളുടെ ലിസ്റ്റാണ് നെക്സ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ കാണുന്നത്. കപിലാർ, പരനാർ, മരുതൈനക്കിരൻ, പലൈകെ തമനാർ, ഇതുപോലെയുള്ള ഇവരൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവികൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ സംഘം ലിറ്ററേച്ചറിലെ തമിഴ് സോങ്സ് ഓരോ കാറ്റഗറി വൈസായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ ആ ഓരോ കാറ്റഗറിയും ആ കാറ്റഗറീസിലെ മേജർ വർക്ക്സുമാണ് കൊടുത്തിരിക്കുന്നത്. 10 പാട്ട്, അതിൽ തിരുമുരു കാട്ടുപടൈ, മധുരൈ കാഞ്ചി എന്ന് പറയുന്നത് മേജർ വർക്ക്സ്. അതേപോലെ തന്നെ കാറ്റഗറിയിൽ വരുന്നതാണ് 8 തൊക്കൈ. അതിൻ്റെ അകത്ത് മേജർ വർക്ക്സിൽ വരുന്നതാണ് അകനാനൂര്, പുകനാനൂരൊക്കെ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ്, അതായത് ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ കണ്ട ആ ഒരു പോയറ്റിൻ്റെ പാട്ട്, ഈ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പുറനാനൂര് എന്ന് പറയുന്ന കാറ്റഗറി, അല്ലെങ്കിൽ ഈ 8 തൊക്കൈ എന്ന് പറയുന്ന കാറ്റഗറിയിലെ പുകനാനൂര് അല്ലെങ്കിൽ പുറനാനൂര് എന്ന് പറയുന്ന വർക്കിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി അതേപോലെ The ancient Tamil songs are classified into അകംപാട്ടുകൾ ആൻഡ് പുറംപാട്ടുകൾ. അതായത് ഈ പഴയ തമിഴ് സോങ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അകംപാട്ടുകളെന്നും പുറംപാട്ടുകളെന്നും. അകംപാട്ടുകളെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് മെയിൻലി പേഴ്സണൽ ആൻഡ് ഫാമിലി അഫെയർസ്. അതായത് വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് പാട്ടുകളെയാണ് നമ്മൾ അകംപാട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ആ അകംപാട്ടുകൾ എന്ന് പറയുന്ന ആ പാട്ടുകളുടെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്
പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് വ്യക്തിപരവും കുടുംബപരവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, ഇനി അതേപോലെ തന്നെ പുറംപാട്ടുകൾ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. അതായത് പുറംപാട്ടുകൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ, അതായത് പുറംപാട്ടുകൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള പാട്ടുകളിൽ, സോങ്സിൽ പെട്ടിരിക്കുന്ന തീമുകൾ എന്ന് പറയുന്നത് വാർ, ട്രേഡ് പോലെയുള്ള കാര്യങ്ങളായിരുന്നു. അതായത് ആ സോങ്ങുകളുടെയൊക്കെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് വാർ, യുദ്ധം, അല്ലെങ്കിൽ ട്രേഡ്, കച്ചവടം എന്നിങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അഫയേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംഘം ലിറ്ററേച്ചറിൽ പ്രാചീന തമിഴകത്തിലെ ഭൂപ്രകൃതി, അതേപോലെ തന്നെ വിഭവ സമൃദ്ധി, ആഹാര രീതി, അടയാഭരണങ്ങൾ, വിനോദങ്ങൾ, ആചാരങ്ങൾ, പ്രധാന തൊഴിലുകൾ, വിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇല്ലസ്ട്രേറ്റ് കാണിക്കുക അല്ലെങ്കിൽ വരച്ച് കാണിക്കുകയാണ് ഈ സംഘം ലിറ്ററേച്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സംഘം ലിറ്ററേച്ചറിൽ വരുന്ന പോയംസിലൊക്കെ ആ പഴയ കാലത്തിൽ, അതായത് പഴയ തമിഴകത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാവുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളായിരുന്നു? ഭൂപ്രകൃതി, വിഭവ സമൃദ്ധി, ആ കാലത്തിലെ ആഹാര രീതികൾ, അതേപോലെ തന്നെ ആഭരണങ്ങൾ, അതുപോലെ അവരുടെ വിനോദങ്ങൾ, അവരുടെ ആചാരങ്ങൾ, പ്രധാന തൊഴിലുകൾ, അതേപോലെ അവരുടെ വിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ സംഘം ലിറ്ററേച്ചറിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏൻഷ്യൻ തമിഴകത്തിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ ജീവിച്ചിരുന്ന ഹ്യൂമൻസിൻ്റെ സോഷ്യൽ ലൈഫ്, അതായത് സാമൂഹിക ജീവിതത്തെക്കുറിച്ചാണ്. ഓക്കെ, ദ തിനേസ് ഹാഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മോൾഡിങ് ദി സോഷ്യൽ ലൈഫ് ഓഫ് ആൻ ഏൻഷ്യൻ തമിഴകം. പ്രാചീന തമിഴകത്തെ സാമൂഹിക ജീവിതം രൂപപ്പെടുത്തുന്നത് തിനേസിൽ പ്രധാന പങ്കുണ്ടായിരുന്നു. തിനേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു പോയറ്റിക് കൺസെപ്റ്റാണ്. അതായത് ഭൂപ്രകൃതി അനുസരിച്ച് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ജോലി കണ്ടെത്തിയിരുന്നവർ. ഓക്കെ, അതിൻ്റെ അകത്തൊരു എക്സാമ്പിളാണ് കുറിഞ്ചിയിലെ ആൾക്കാർ. ഓക്കെ, കുറിഞ്ചി എന്ന് പറയുന്നത് ഒരു കാട് അല്ലെങ്കിൽ ഒരു മലയോര പ്രദേശമാണ്. ഓക്കെ, കാടും മലയും നിറഞ്ഞ കുറിഞ്ചിയിലെ ജനങ്ങൾ, അതായത് കാടും മലയും നിറഞ്ഞ പ്രദേശമായിരുന്നു കുറിഞ്ചി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ജീവിച്ചിരുന്ന ജനങ്ങൾ ഹണ്ടിങ്ങിലായിരുന്നു ഏറ്റവും കൂടുതൽ അവർ പ്രഗത്ഭരായിരുന്നത്. അല്ലെങ്കിൽ ഹണ്ടിങ്ങിലൂടെയാണ് അവർ ഫുഡ് കിട്ടിയിരുന്നത് അല്ലെങ്കിൽ ഫുഡിനെ തേടിയിരുന്നത്. ഓക്കെ, അതേപോലെ കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ്, അതായത് കാടിനുള്ളിൽ നിന്ന് കിട്ടുന്ന ഫുഡ്, അതുപോലെ തന്നെ വേട്ടയാടി കിട്ടുന്ന ഫുഡ്, ഇതൊക്കെ ആയിരുന്നു അവരുടെ ആ കാലത്തിലെ ആഹാര രീതികൾ എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. ഓക്കെ, അപ്പം കുറിഞ്ചി എന്ന് പറയുന്നത് ഒരു കാടും മലയും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു കൊണ്ട് തന്നെ അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ മെയിൻ തൊഴിൽ എന്ന് പറയുന്നത് ഹണ്ടിങ്ങും അതേപോലെ തന്നെ ഫോറസ്റ്റിൽ നിന്നുള്ള ഫുഡ് ശേഖരിക്കലും ഒക്കെ ആയിരുന്നു. ഇനി ചില സോങ്ങുകൾ, ഈ തമിഴ് സോങ്ങിൽ ചില സോങ്ങുകൾ നമുക്ക് തരുന്നൊരു സൂചന എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ചില കൾട്ടിവേഷൻസും ഉണ്ടായിരുന്നു. അത് ചില തരത്തിലുള്ള കൃഷികളും നിലനിന്നിരുന്നു അല്ലെങ്കിൽ കൃഷികളിലും ഏർപ്പെട്ടിരുന്നു എന്ന ഒരു സൂചന നമുക്ക് ചില തമിഴ് സോങ്ങുകൾ തരുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഏരിയയിലെ മെയിൻ കൃഷി വിഭവങ്ങൾ എന്ന് പറയുന്നത് കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളുമാണ്. അതായത് പെപ്പർ ആൻഡ് സ്പൈസസ്. ഓക്കെ, അതായത് പെപ്പർ അതുപോലത്തെ സുഗന്ധവ്യഞ്ജനങ്ങൾ ഒക്കെ ആയിരുന്നു അവർ ആ കാലഘട്ടത്തിൽ ഈ കുറിഞ്ചി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ആൾക്കാരുടെ കൃഷി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം ഏൻഷ്യൻ തമിഴകത്തിൽ കുറിഞ്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ എങ്ങനെയായിരുന്നു അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് നോക്കി. ഇനി ഇതേപോലെ മറ്റൊരു സ്ഥലമായിരുന്നു മുല്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ മുല്ലൈ എന്ന് പറയുന്നത് കുറിഞ്ചി പോലെ ഒരു കാടോ അല്ലെങ്കിൽ മലയുള്ള പ്രദേശമോ ഒന്നും അല്ലായിരുന്നു. കുറിഞ്ചി എന്ന് പറയുന്ന ഒരു ഗ്രാസ് ലാൻഡ് ആയിരുന്നു, അതായത് പുൽമേടുകളായിരുന്നു. അപ്പം തന്നെ അവരുടെ ഒക്കുപ്പേഷൻ, ആ ഒരു സ്ഥലത്തെ ആൾക്കാരുടെ ഒക്കുപ്പേഷൻ, അവരുടെ ഫുഡിൻ്റെ രീതികൾ ഏതൊക്കെ ആയിരിക്കാമെന്ന് ഇപ്പം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പം ഇത് മുല്ലൈ എന്ന് പറയുന്ന ഒരു ഗ്രാസ് ലാൻഡ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരുടെ മേജർ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് റെയറിങ് ഓഫ് കാറ്റിൽ, അതായത് മുല്ലയിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു. ഓക്കെ, കന്നുകാലികളെ വളർത്തുക എന്നതായിരുന്നു അവരുടെ മേജർ ഒക്കുപ്പേഷൻ. എവിടെയുള്ളവരുടെ? മുല്ലൈ എന്ന് പറയുന്ന ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ മുല്ലൈ എന്ന് പറയുന്ന പുൽമേടുകളിൽ താമസിച്ചിരുന്ന ആൾക്കാരുടെ മേജർ ഒക്കുപ്പേഷൻ ആയിരുന്നു കന്നുകാലി വളർത്തൽ. ഓക്കെ, ഇനി ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി കാറ്റിൽ വെൽത്ത് ദ പ്രാക്ടീസ് ഓഫ് സീസിങ് കാറ്റിൽ പ്രിവെയിൽഡ്. അതായത്
കാറ്റിലിൻ്റെ സമ്പത്ത്, അതായത് ഈ കന്നുകാലികളുടെ സമ്പത്ത് വർദ്ധിക്കാനായിട്ട് കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന ടൈപ്പ് ഒരു ആചാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമ്പ്രദായം ആ കാലത്ത് ഇവരുടെ ഇടയിൽ, അതായത് ഈ മുല്ലൈ എന്ന് പറയുന്ന സ്ഥലത്തിൽപ്പെട്ടവരുടെ ഇടയിൽ നിലനിന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമ്പ്രദായത്തെ വിളിക്കുന്നത് വെട്ചി എന്നാണ്. ഓക്കെ, അപ്പം വെട്ചി എന്ന സമ്പ്രദായം എന്താണ്? അതായത് കാറ്റിൽ വെൽത്ത്, അതായത് കന്നുകാലി സമ്പത്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ, വർദ്ധിപ്പിക്കാൻ വേണ്ടി കന്നുകാലികളെ മോഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഈ മുല്ലയിലുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നിരുന്നു. ഇതിനെയാണ് നമ്മൾ വെട്ചി എന്ന് പറയുന്നത്. ഈ ഒരു സമ്പ്രദായത്തെയാണ് നമ്മൾ വെട്ചി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ കാറ്റിലിനെ പിടിച്ചെടുക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് പാലൈ എന്ന് പറയുന്ന സ്ഥലത്തെ ജനങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ പാലൈ എന്ന് പറയുന്നത് ഒരു ഡ്രൈ ലാൻഡാണ്, അതായത് വരണ്ട പ്രദേശമാണ്. അപ്പോൾ അവരുടെ മെയിൻ ജോലിയായിരുന്നു ഈ മുല്ലൈ എന്ന് പറയുന്ന ഗ്രാസ് ലാൻഡിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കന്നുകാലികളെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ മോഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഏൻഷ്യൻ തമിഴകത്തിലെ മറ്റൊരു പ്രദേശമായിരുന്നു മരുതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മരുതം എന്ന് പറയുന്ന ഒരു വെറ്റ്ലാൻഡ് ആയിരുന്നു, അതായത് വയൽ പ്രദേശമായിരുന്നു മരുതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കൃഷി, അതായത് റൈസ്, ഷുഗർ കെയിൻ പോലെയുള്ള ക്രോപ്സിൻ്റെ ഒക്കെ കൃഷിയായിരുന്നു അവരുടെ മെയിൻ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവർ ഈ കൃഷി ചെയ്യാനായിട്ട് കലപ്പകൾ ഉപയോഗിച്ചിരുന്നു. ഈ മരുതത്തിലുള്ള ആൾക്കാർ, മരുതം എന്ന് പറയുന്ന റീജിയനിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെയുള്ള വെറ്റ്ലാൻഡിൽ താമസിച്ചിരുന്ന ആൾക്കാർ കൃഷിക്ക് വേണ്ടി, അതായത് മെയിനായിട്ട് അവർ കൃഷി ചെയ്തിരുന്നത് റൈസും അതേപോലെ തന്നെ ഷുഗർ കെയിനും ആയിരുന്നു. അപ്പോൾ ആ കൃഷികൾക്ക് വേണ്ടി അവർ പ്ലഷെയർ, അതായത് കലപ്പകൾ ഉപയോഗിച്ചിരുന്നു. ഇനി ഈ ഉപയോഗിച്ചിരുന്ന കലപ്പകൾ എന്ന് പറയുന്നത് അയൺ കൊണ്ട്, അതായത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ കലപ്പകളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, നമ്മളുടെ ഈ ഏൻഷ്യൻ തമിഴകത്തിലെ, അതായത് പഴയ തമിഴകത്തിലെ ഒരു തീരദേശം അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയൻ ആയിരുന്നു നെയ്തൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെയ്തൽക്കാരുടെ അല്ലെങ്കിൽ നെയ്തൽ എന്ന് പറയുന്ന ഈ കോസ്റ്റൽ റീജിയനിൽ അല്ലെങ്കിൽ തീരദേശത്ത് താമസിച്ചിരുന്ന ആൾക്കാരുടെ മെയിൻ പരിപാടി അല്ലെങ്കിൽ മെയിൻ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് ഫിഷിങ്ങും അതുപോലെ തന്നെ സോൾട്ട് പ്രൊഡക്ഷനും ആയിരുന്നു. അതായത് മീൻ പിടുത്തവും അതുപോലെ ഉപ്പുണ്ടാക്കലും ഒക്കെ ആയിരുന്നു. ഇവർ ഉപ്പുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സോൾട്ട് പാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ കാണുന്നതാണ് സോൾട്ട് പാൻ. ഓക്കെ, അപ്പോൾ ഇതുപോലെ സോൾട്ട് പാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ ഈ സോൾട്ട് പാനിൽ അവർ വെള്ളത്തെ പിടിച്ചു കെട്ടി നിർത്തും. എന്നിട്ട് ആ വെള്ളത്തെ ഇവാപ്പറേറ്റ് ചെയ്യിപ്പിച്ച് കളയും. അങ്ങനെ ആ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്നിട്ട് വരുന്ന ഉപ്പിനെ അവർ കളക്ട് ചെയ്തിട്ട് ആ ഉപ്പിനെ അവർ ട്രേഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഉപ്പ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സോൾട്ട് പ്രൊഡക്ഷൻ ആയിരുന്നു അവരുടെ മറ്റൊരു ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സോൾട്ട് വാസ് മെയ്ഡ് ബൈ ഇവാപ്പറേറ്റിംഗ് ദി സീ വാട്ടർ ഹെൽഡ് ഇൻ ദി സോൾട്ട് പാൻസ്. ഓക്കെ, അപ്പം ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് സോൾട്ട് പാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതുപോലത്തെ ഒരുപാട് സോൾട്ട് പാൻസ് അവർക്കുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള സോൾട്ട് പാനിൽ അവർ വെള്ളം കെട്ടി നിർത്തി എന്നിട്ട് ആ വെള്ളത്തെ ഇവാപ്പറേറ്റ് ചെയ്ത് കളയിപ്പിച്ചിട്ട് കിട്ടുന്ന ആ ഉപ്പിനെ അവർ ട്രേഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് അവരവിടെ ഉപ്പ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സോൾട്ട് പ്രൊഡക്ഷൻ നടത്തിയിരുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ ഏൻഷ്യൻ തമിഴകത്തിൽ, അതായത് പഴയ കാലത്ത് തമിഴകത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എക്സ്ചേഞ്ച് സിസ്റ്റം അല്ലെങ്കിൽ വിനിമയ വ്യവസ്ഥയെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് സിസ്റ്റത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്ന ഒരു ചെറിയ പോയത്തിൻ്റെ പാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തേൻ നെയ്യോട് കിഴങ്കുമാറിയോർ, മീൻ നെല്ലോടു തറവുമറുകവും പൊരുനാറ്റാട്ടു പടൈ. അതായത് ഈ ഒരു ലിറ്ററേച്ചറിൻ്റെ ചെറിയൊരു പാർട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷാണ്. പീപ്പിൾ പ്രൊക്യൂർ ഫിഷ് ആൻഡ് റൈസ് ബൈ എക്സ്ചേഞ്ചിങ് ഹണി, ഗീ ആൻഡ് ട്യൂബേഴ്സ്. അതായത് തേനും നെയ്യും കിഴങ്ങും എല്ലാം കൈമാറ്റം ചെയ്തിട്ട് അതിന് പകരം മീനും നെല്ലും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു സംഘം ലിറ്ററേച്ചറിൽ എന്താണ് പറയുന്നത്? അവിടെ സാധനങ്ങളുണ്ട്, അതായത് ഗുഡ്സിൻ്റെ കൈമാറ്റം, എക്സ്ചേഞ്ചിങ് സിസ്റ്റം അവിടെ നിലനിന്നിരുന്നു. അതായത് കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ട് മറ്റു കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ ഒരു മണി എക്സ്ചേഞ്ച് അല്ല നിലനിന്നിരുന്നത്, പകരം ഗുഡ്സിൻ്റെ എക്സ്ചേഞ്ച് ആണ് നിലനിന്നിരുന്നത്.
ഈ ഒരു പ്രാക്ടീസിന്, ഈ ഒരു എക്സ്ചേഞ്ചിങ് പ്രാക്ടീസിനെ ആ കാലത്ത് വിളിച്ചിരുന്നത് നൊടുതൽ എന്നാണ്. അപ്പം നൊടുതൽ എന്ന് പറയുന്ന എക്സ്ചേഞ്ച് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഈ പഴയ തമിഴകത്തിൽ നിന്നിരുന്ന ഗുഡ്സിൻ്റെ എക്സ്ചേഞ്ചിങ് സിസ്റ്റമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഈ ഏൻഷ്യൻ തമിഴകത്തിലെ കുറച്ച് ചന്തകൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മാർക്കറ്റുകൾ എങ്ങനെയായിരുന്നു നോക്കാം. അല്ലലവണം അല്ലെങ്കിൽ ഈവനിങ് മാർക്കറ്റ് ആൻഡ് നളങ്ങാടി അല്ലെങ്കിൽ മോർണിംഗ് മാർക്കറ്റ് വേർ ദി മാർക്കറ്റ്സ് ഓഫ് ഏൻഷ്യൻ തമിഴകം. പഴയ തമിഴകത്തിലെ 2 മെയിൻ മാർക്കറ്റുകളാണ് ഇവിടെ ഏതൊക്കെയാണെന്ന് പറയുന്നത്. അതായത് അല്ലലവണവും നളങ്ങാടിയും. അതായത് അല്ലലവണം എന്ന് പറയുന്നത് ഈവനിങ് മാർക്കറ്റ് അല്ലെങ്കിൽ അന്തിച്ചന്ത, നളങ്ങാടി എന്ന് പറയുന്നത് രാവിലത്തെ ചന്ത. ഓക്കെ, ഇങ്ങനെ 2 ടൈപ്പ് ചന്തകളായിരുന്നു മെയിനായിട്ട് ഈ ഏൻഷ്യൻ തമിഴകത്തിൽ നിലനിന്നിരുന്നത്. ഇനി അത് മാത്രമല്ല, വിവിധ തിണകളിലെ ആവശ്യത്തിന്, അതായത് ഡെയിലി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഈ ചന്തകളിൽ, അതായത് അല്ലലവണത്തിൽ നിന്നും നളങ്ങാടിയിൽ നിന്നും, അതായത് അന്തിച്ചന്തയിൽ നിന്നും രാവിലത്തെ ചന്തയിൽ നിന്നും ലഭിക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏൻഷ്യൻ തമിഴകത്തിലെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തിരുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് എക്സ്ചേഞ്ച് സിസ്റ്റത്തെക്കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് ചെയ്ത പ്രൊഡക്ട്സ് ഏതാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പം അതിൻ്റെ പാർട്ടായിട്ട് ഒരു പോയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉപ്പളങ്ങളിൽ വിളഞ്ഞ ഉപ്പുപരലുകൾ ഉച്ചത്തിൽ വില പറഞ്ഞു കൊണ്ടുപോകും കച്ചവടക്കാർ. വണ്ടിക്കാളകളെ നുകമഴിച്ച് മേയാൻ വിട്ട് കല്ലടുപ്പ് കൂട്ടി പാകം ചെയ്യും ആഹാരം. എൻ്റെ ഇംഗ്ലീഷാണ്. The hawkers shouting out the price of salt crystals produced in the salt pans set the bullocks free and cook food in the makeshift stone ovens. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു പിക്ചറിൽ അല്ലെങ്കിൽ ഈ ഒരു പോയത്തിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നത്, അവർ ഉപ്പാണ് മെയിനായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കോമഡിറ്റി. ഓക്കെ, അല്ലെങ്കിൽ മെയിനായിട്ട് അവർ എക്സ്ചേഞ്ച് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റിൽ ഒന്നാണ് ഉപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പോയം എന്ന് പറയുന്നത് അകനാനൂർ എന്ന് പറയുന്ന തമിഴ് ലിറ്ററേച്ചറിലെ ഒരു പാർട്ടാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്, ഉപ്പ് ആ കാലത്തിലെ ഒരു മേജർ കൊമോഡിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു കൈമാറ്റ വിഭവമായിരുന്നു ഉപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു കൈമാറ്റം ഏറ്റവും പ്രധാനമായിട്ട് നടത്തിയിരുന്നത് ഉമണർ എന്ന് പറയുന്ന കച്ചവട സംഘമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഉപ്പിൻ്റെ കൈമാറ്റം ഏറ്റവും പ്രധാനമായിട്ട് നടത്തിയിരുന്നത് ഉമണരായിരുന്നു. ഓക്കെ, ഇനി ഉമണർ ഓൾസോ എക്സ്ചേഞ്ച് സ്പൈസസ്. ഓക്കെ, അതായത് സ്പൈസസ്, ഉമണർ ഈ ഉപ്പിനെ മാത്രമല്ല എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്, സ്പൈസസ് അതായത് സുഗന്ധവ്യഞ്ജനങ്ങളും ഓക്കെ അവർ എന്ത് ചെയ്തിരുന്നു, എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. ഓക്കെ, ദേ കളക്റ്റഡ് ഡ്രൈ ഫിഷ് ആൻഡ് സോൾട്ട് ഫ്രം ദി കോസ്റ്റൽ ഏരിയ ആൻഡ് എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ സ്പൈസസ് ലൈക്ക് പെപ്പർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഓഫ് അതർ തിനൈസ്. അതായത് ഉമണർ കോസ്റ്റൽ ഏരിയ, നമ്മൾ പഠിച്ച കോസ്റ്റൽ ഏരിയ ഏതായിരുന്നു, നെയ്തൽ അല്ലേ. അപ്പം നെയ്തൽ പോലെയുള്ള കോസ്റ്റൽ ഏരിയ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ നിന്നിട്ട് ഡ്രൈഡ് ഫിഷ്, ഉണക്ക മീനും അതേപോലെ തന്നെ ഉപ്പും എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വരും. എന്നിട്ട് അതിനെ എക്സ്ചേഞ്ച് ചെയ്ത് അതിന് പകരം സ്പൈസസ്, അതായത് സുഗന്ധദ്രവ്യങ്ങളും അതേപോലെ തന്നെ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്, അതായത് വനവിഭവങ്ങളും, അതായത് മറ്റ് തിണകളുടെ കയ്യിൽ നിന്ന് വനവിഭവങ്ങളും സുഗന്ധദ്രവ്യങ്ങളും അതായത് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തിണകളുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം മറ്റു പ്രൊഡക്ട്സ് എല്ലാം അവർ വാങ്ങും. എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഡ്രൈഡ് ഫിഷും സോൾട്ടും. ഓക്കെ, അതായത് ഉണക്കമീനും സോൾട്ടും എല്ലാം ഇവർ നെയ്തൽ പോലത്തെ കോസ്റ്റൽ ഏരിയ എന്ന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് മറ്റ് തിണകൾക്ക് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ, അതായത് പെപ്പർ, കുരുമുളക് പോലത്തെ സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ തന്നെ വനവിഭവങ്ങൾ എല്ലാം അവർ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉമണർ ആ കാലഘട്ടത്തിൽ എക്സ്ചേഞ്ചിങ് ആക്ടിവിറ്റി നടത്തിയിരുന്നത്. ഓക്കെ, ഇനി ഈ എക്സ്ചേഞ്ചസ് എല്ലാ സമയത്തും നടത്തിയിരുന്നത് അല്ല, അത് മാത്രമല്ല എല്ലാ സമയത്തും നടത്തിയിരുന്നത് മാത്രമല്ല, ഇത് ഏറ്റവും മെയിനായിട്ട് നടത്തിയിരുന്നത് സമ്മറിലാണ്, അതായത് വേനൽക്കാലത്താണ് ഈ ഒരു എക്സ്ചേഞ്ചിങ് സിസ്റ്റം മെയിനായിട്ട് നടന്നിരുന്നത്.
ഓക്കെ, അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും അവർക്ക് ഈ എക്സ്ചേഞ്ചിങ് സിസ്റ്റം, എല്ലാ കാലഘട്ടത്തിലും മീൻസ് എല്ലാ സമയത്തും അവർക്ക് ഈ ഒരു എക്സ്ചേഞ്ചിങ് സിസ്റ്റം നടക്കത്തില്ലായിരുന്നു. മെയിനായിട്ട് ഈ ഒരു എക്സ്ചേഞ്ചിങ് നടന്നിരുന്നത് സമ്മർ അല്ലെങ്കിൽ വേനൽക്കാലത്തായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമ്മളിപ്പം ഉമണറുടെ എക്സ്ചേഞ്ച് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. അതായത് അവർ ഉപ്പും മീനും ഉപ്പും എല്ലാം എക്സ്ചേഞ്ച് ചെയ്തിട്ട് മറ്റ് തിണകളുടെ കയ്യിൽ നിന്ന് പെപ്പർ പോലത്തെ സുഗന്ധവ്യഞ്ജനങ്ങളും അതേപോലെ തന്നെ ഫോറസ്റ്റ് പ്രൊഡക്ട്സും വനവിഭവങ്ങളും ഒക്കെ വാങ്ങുമായിരുന്നു, എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങുമായിരുന്നു. അത് മെയിനായിട്ട് സമ്മറിലാണ് നടക്കുന്നതെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ഇത് സമ്മർ സീസണിൽ തന്നെ നടക്കുന്നത്? വൈ വാസ് സമ്മർ സ്യൂട്ടബിൾ ഫോർ ദിസ് എക്സ്ചേഞ്ച്? ഈ ഒരു എക്സ്ചേഞ്ചിങ്ങിന് സമ്മർ അല്ലെങ്കിൽ വേനൽക്കാലം ഇത്ര സ്യൂട്ടബിൾ ആകാൻ അല്ലെങ്കിൽ അനുയോജ്യമാവാനുള്ള കാരണം എന്താണ് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ നോക്കിക്കേ, സമ്മർ ഈസ് ദി ഹാർവസ്റ്റ് സീസൺ. അതായത് വിളവെടുപ്പ് കാലം മെയിനായിട്ട് സമ്മറിലാണ്, വേനൽക്കാലത്താണ് വിളവെടുക്കുന്നത്. ഓക്കെ, അതൊരു കാര്യമാണ്. ഓക്കെ, എന്നാലേ മറ്റുള്ള പ്രൊഡക്ട്സ് ഇവർക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇനി അതേപോലെ തന്നെ സോൾട്ട് ആൻഡ് ഡ്രൈഡ് ഫിഷ് വർ മെയ്ഡ് ഇൻ സമ്മർ. ഉപ്പും അതേപോലെ ഈ ഉപ്പും മീനും ഒക്കെ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സമ്മറിലാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു അവർ സോൾട്ട് പാൻസിൽ വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള വെള്ളത്തെ ഇവാപ്പറേറ്റ് ചെയ്താണ് ഉപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇവാപ്പറേഷൻ ഒക്കെ നടക്കണമെങ്കിൽ അത് സമ്മർ സീസണിലേ നടക്കുള്ളൂ. അതേപോലെ തന്നെ ഈ ഡ്രൈഡ് ഫിഷിനെയും ആ ഒരു സമ്മർ സീസണിലാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് സമ്മർ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ സമ്മർ സീസണിലെ മെയിനായിട്ട് ഇവർക്ക് എക്സ്ചേഞ്ച് നടക്കത്തുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ the spices collected by the women were sold at trade centers in coastal towns from where they were exported to foreign countries. അപ്പം ഇവർ ഇങ്ങനെ ഉപ്പും മീനും ഉപ്പും കൊടുത്ത് വാങ്ങുന്ന ഈ സ്പൈസസ് അവർ ഈ തീരദേശങ്ങളിലുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ വിൽക്കും ഈ ഉമണർ. എന്നിട്ട് ആ വാണിജ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും. ഓക്കെ, അതായത് എക്സ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇവരാദ്യം എന്താ ചെയ്യുന്നത്? ഉപ്പുമീനും ഉപ്പും കളക്ട് ചെയ്ത് അതിനെ എക്സ്ചേഞ്ച് ചെയ്ത് മറ്റ് തിണകളുടെ കയ്യിൽ നിന്ന് അവർ സുഗന്ധവ്യഞ്ജനങ്ങൾ, സ്പൈസസും അതുപോലെ ഫോറസ്റ്റ് പ്രൊഡക്ട്സുകളും വാങ്ങും. എന്നിട്ട് ഇങ്ങനെ വാങ്ങുന്ന ഈ പ്രൊഡക്ട്സിനെ ഇവർ കോസ്റ്റൽ റീജിയൻസിലുള്ള ടൗണുകളിൽ, അതായത് വാണിജ്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് ഈ സാധനങ്ങൾ എന്താ ചെയ്യുന്നത്? പുറം രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലിട്ട് ആ ഉള്ള പ്രൊഡക്ട്സിനെ എന്ത് ചെയ്യും? കയറ്റി അയക്കും. ഇനി വിദേശ രാജ്യങ്ങളിൽ മെയിനായിട്ട് ആരാണ് ഇത് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ളത്? റോമൻസ്. ഓക്കെ, അപ്പം ഈ റോമാക്കാർ മെയിനായിട്ടും പ്രാചീന തമിഴകത്തിൽ നിന്ന് കളക്ട് ചെയ്ത അല്ലെങ്കിൽ വാങ്ങിയിരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ സുഗന്ധവ്യഞ്ജനങ്ങളും കുരുമുളകും ഒക്കെ ആയിരുന്നു. ഓക്കെ, അപ്പം ഇവർക്ക് ഇത് ട്രേഡ് ചെയ്താൽ, അതായത് പുറം രാജ്യത്തോട്ട് കയറ്റി അയച്ചാൽ വളരെ ലാഭമാണ്. കാരണം റോമാക്കാർക്ക് ഈ ഏൻഷ്യൻ തമിഴകത്തിൽ നിന്ന് മെയിനായിട്ട് വേണ്ടത് ഈ സ്പൈസസ് ആണ്. അതുകൊണ്ടാണ് ഇവർ ഈ സ്പൈസസിനെ ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ടൗൺസിൽ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് അവിടെ നിന്ന് ഇതിനെ കയറ്റി അയക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവേണ്ടന്മാരെ കുറിച്ചാണ്, അതായത് മൂവേണ്ടൻസ്. ഓക്കെ, അതായത് കച്ചവടങ്ങളൊക്കെ ഇത്രയും വ്യാപിച്ചപ്പോൾ അല്ലെങ്കിൽ ഇത്രയും എക്സ്റ്റെൻഡ് ആയപ്പോഴത്തേക്ക് ഇതിനെയെല്ലാം നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ റൂള് ചെയ്യാനായിട്ട് അധികാര കേന്ദ്രങ്ങളെ ആവശ്യമായിട്ട് വന്നു. അതായത് പവർ സെൻറ്റേഴ്സിനെ ആവശ്യമായിട്ട് വന്നു. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ 3 അധികാര കേന്ദ്രങ്ങൾ നിലനിന്നിരുന്നു. ഓക്കെ, അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ചേരാസ്, പാണ്ഡ്യാസ് ആൻഡ് ചോളാസ്. ഇത് 3 ആയിരുന്നു ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന 3 പ്രധാന അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അതായത് ചേരർ, പാണ്ഡ്യർ, ചോളർ. ഓക്കെ, ഇനി they were together called മൂവേണ്ടൻസ്. അങ്ങനെ ഈ 3 പവർ സെൻറ്റേഴ്സിനെയും അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളെയും ഒരുമിച്ച് വിളിക്കുന്നതാണ് മൂവേണ്ടൻസ് എന്ന്. ഓക്കെ, അപ്പം മൂവേണ്ടൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ പെടും? ചേരർ, പാണ്ഡ്യാസ് ആൻഡ് ചോളാസ്. ചേരർ, പാണ്ഡ്യർ അല്ലെങ്കിൽ ചോളർ. ഓക്കെ, ഇപ്പോൾ ഇവർ 3 പേരും കൂടെ ചേർന്നതാണ് മൂവേണ്ടൻസ് എന്ന് പറയുന്നത്. ഇവർ 3 പേരെന്ന് പറഞ്ഞാൽ ഈ 3 പവർ സെൻറ്റേഴ്സ് ചേർന്നതിനെയാണ് നമ്മൾ മൂവേണ്ടൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ക്യാപിറ്റൽ ഓഫ് ചേരാസ്, ദ പാണ്ഡ്യാസ് ആൻഡ് ചോളാസ് വേർ മുച്ചിരി, മധുരൈ ആൻഡ് ഉരയൂർ. ഓക്കെ, അപ്പം ചേരാസ് എന്ന് പറയുന്ന പവർ സെൻറ്ററിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മുച്ചിരിയാണ്.
അതേപോലെ തന്നെ പാണ്ഡ്യാസ് എന്ന് പറയുന്ന പവർ സെൻറ്ററിൻ്റെ ക്യാപിറ്റൽ മധുരൈയായിരുന്നു. അതേപോലെ തന്നെ ചോളാസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഉറയൂർ ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അതേപോലെ തന്നെ മുച്ചിരി, തൊണ്ടി, വാഗൈ, മണ്ടൈ, കവേരി പട്ടണം എക്സെട്ര വെയർ ദ മേജർ പോർട്ട് സിറ്റീസ് ഓഫ് ദ പീരീഡ്. അതായത് തുറമുഖ പട്ടണം, അതാണ് പോർട്ട് സിറ്റീസ് എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ മെയിനായിട്ട് ഈ ട്രേഡിങ് ഒക്കെ മെയിനായിട്ട് നടന്നിരുന്നത് ഈ കടൽ വഴിയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പം പോർട്ട് സിറ്റീസ് ഒക്കെ അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കടൽ വഴിയുള്ള ട്രേഡുകൾ നടക്കുന്നതുകൊണ്ട് പോർട്ട് സിറ്റീസ് വളരെ പ്രധാനപ്പെട്ടവയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലെ മെയിൻ പോർട്ട് സിറ്റീസ് ഏതൊക്കെയായിരുന്നാണ് പറയുന്നത്? മുജിരി, തൊണ്ടി, വാഗൈ, മണ്ടൈ, കാവേരി പട്ടണം ഇവയൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിലെ പ്രധാന പോർട്ട് സിറ്റീസ് അല്ലെങ്കിൽ തുറമുഖ പട്ടണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ ഒരു ലെസണുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പഴയകാലത്തെ തമിഴകത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ തമിഴ് സോങ്സിനെ കുറിച്ചും ആ സോങ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻസിനെ കുറിച്ച്, അതായത് തമിഴകത്തെ പഴയ ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ ദ പീരീഡ് ഓഫ് ഏൻഷ്യൻ തമിഴകം ഈസ് ഓൾസോ നോൺ ആസ് അയൺ ഏജ് ഇൻ ദി സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. അതായത് പഴയ തമിഴകത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തെ സൗത്ത് ഇന്ത്യൻ ചരിത്രത്തിൽ അയൺ ഏജ് അല്ലെങ്കിൽ ഇരുമ്പ് യുഗം എന്നാണ് വിളിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഏൻഷ്യൻ തമിഴകം പീരീഡിനെ ഇരുമ്പ് യുഗം അല്ലെങ്കിൽ അയൺ ഏജ് എന്ന് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. എന്തായിരിക്കാം? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയൺ ടൂൾസ് ഹാവ് ബീൻ ഡിസ്കവേർഡ് ഫ്രം ദി മെഗാലിത്തിക് മോണുമെൻറ്റ്സ് ഓഫ് ഏൻഷ്യൻ തമിഴകം. അതായത് ഏൻഷ്യൻ തമിഴകത്തിൻ്റെ കുറേ സ്മാരകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ, മെഗാലിത്തിക് മോണുമെൻറ്റ്സിനെ കുറിച്ച്. അപ്പോൾ അതിൽ നിന്ന് എന്തായിരുന്നു നമുക്ക് കിട്ടിയേ? അയൺ ടൂൾസിനെ നമ്മൾ ഈ മോണുമെൻറ്റ്സിൽ നിന്ന് ഡിസ്കവറി ചെയ്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ, അതൊരു കാരണമാണ്. ഓക്കെ, ഇനി ഈ അയൺ ടൂൾസ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ടൈപ്പ് ടൂൾസാണ് നമുക്ക് കിട്ടിയത്? സ്വോർഡ്, സ്ഫിയർ, നൈഫ്, ഹുക്ക്, ലാമ്പ്, നെയില്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് അയൺ ടൂൾസ് അല്ലെങ്കിൽ ഇരുമ്പ് ടൂൾസുകൾ നമുക്ക് ഈ ഒരു മെഗാലിത്തിക് മോണുമെൻറ്റ്സിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു പീരീഡിനെ സൗത്ത് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ അയൺ ഏജ് അല്ലെങ്കിൽ ഇരുമ്പ് യുഗം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലിസ്റ്റ് ഔട്ട് സം മേജർ പോയറ്റ്സ് ഓഫ് ഏൻഷ്യൻ തമിഴകം. പഴയകാലത്തെ തമിഴകത്തെ കുറച്ച് പോയറ്റ്സിൻ്റെ പേര് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചാപ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കുറച്ച് പോയറ്റ്സിൻ്റെ പേരുകൾ. അതേതൊക്കെയാണെന്ന് നോക്കിയേ. കപിലർ, പരണർ, മധുരൈ നക്കീരൻ, പലൈ ഗൗതമനാർ. ഓക്കെ, അപ്പം ഇങ്ങനെ കുറച്ച് പോയറ്റ്സിൻ്റെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ പോയറ്റ്സിൻ്റെ പേരുകൾ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഗാലിത്തിക് മോണുമെൻറ്റ്സ് ഫൗണ്ട് ഫ്രം ഏൻഷ്യൻ തമിഴകം. പഴയ തമിഴകത്തിൽ നിന്ന് ഫൗണ്ട് ചെയ്ത അല്ലെങ്കിൽ കണ്ടെത്തിയ ഡിഫറെൻറ്റ് മെഗാലിത്തിക് മോണുമെൻറ്റ്സ്, അതായത് മഹാശിലാ സ്മാരകങ്ങൾ എന്തൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെന്ന് പലതരത്തിലുണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഏതൊക്കെയായിരുന്നു നോക്കിക്കേ. സ്റ്റോൺ സർക്കിൾ, ഡോൾമെൻ, സിസ്റ്റ്, റോക്ക് ചേമ്പർ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, സാർക്കോഫാഗസ്, മെൻഹീർ എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിക്ചർ നമ്മൾ ഫസ്റ്റ് സ്ലൈഡുകൾ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കുറേ മെഗാലിത്തിക് മോണുമെൻറ്റ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ്പ്ലെയിൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഏൻഷ്യൻ തമിഴ് സോങ്സ്. നമ്മൾ പറഞ്ഞു പഴയകാല തമിഴ് പാട്ടുകൾ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയായിരുന്നാണ് ചോദ്യം. നോക്കിക്കേ. ദ ഏൻഷ്യൻ തമിഴ് സോങ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു അകം പാട്ടുകൾ ആൻഡ് പുറം പാട്ടുകൾ അല്ലേ. തമിഴ് സോങ്സ്, അതായത് പഴയകാലത്തെ തമിഴ് പാട്ടുകൾ രണ്ടായിട്ട് ഇത് ക്ലാസിഫൈ ചെയ്തിരുന്നു. അതേതൊക്കെയായിരുന്നു? അകം പാട്ടുകളെന്നും പുറം പാട്ടുകളെന്നും. അതിൻ്റെ അകത്ത് അകം പാട്ടുകൾ എന്ന് പറയുന്നതിൻ്റെ തീംസ് അല്ലെങ്കിൽ അകം പാട്ടുകൾ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ വരുന്ന പോയംസിൻ്റെ തീം എന്തായിരുന്നു?
പേഴ്സണൽ ആൻഡ് ഫാമിലി അഫെയർസ്, അതായത് വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങളാണ് ഈ അകം പാട്ടുകളിൽ മെയിനായിട്ട് ചർച്ച ചെയ്തിരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണലും ഫാമിലി അഫെയർസും ഒക്കെ ആയിരുന്നു. എന്നാൽ പുറം പാട്ടുകൾ എങ്ങനെയായിരുന്നു? ദ പുറം പാട്ടുകൾ ട്രീറ്റ് എക്സ്റ്റേണൽ അഫെയർസ് ലൈക്ക് വാർ ആൻഡ് ട്രേഡ്, അതായത് യുദ്ധം അതുപോലെ കച്ചവടം പോലെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പുറം പാട്ടുകളിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതാണ് പുറം പാട്ടുകളുടെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. വാട്ട് വാസ് ദ മേജർ ഒക്കുപ്പേഷൻ ഓഫ് പീപ്പിൾ ഓഫ് മുല്ലൈ? മുല്ലൈ എന്ന് പറയുന്നത് ഏൻഷ്യൻ തമിഴകത്തിലെ ഒരു റീജിയൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ മുല്ലയിലെ ആൾക്കാരുടെ മെയിൻ ഒക്കുപ്പേഷൻ എന്താണ് എന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, മുല്ലൈ എന്ന് പറയുന്ന ഒരു ഗ്രാസ് ലാൻഡാണ്, അതായത് പുൽമേടാണ് അല്ലേ. അപ്പം അവരുടെ മെയിൻ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് റിയറിങ് ഓഫ് കാറ്റിൽ വാസ് ദ മേജർ ഒക്കുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ ഓഫ് മുല്ലൈ, അതായത് കന്നുകാലി വളർത്തലായിരുന്നു മുല്ലൈ എന്ന് പറയുന്ന ഗ്രാസ് ലാൻഡിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ മെയിൻ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പം നമ്മളുടെ ഈ 5th ചാപ്റ്റർ ഏൻഷ്യൻ തമിഴകത്തെക്കുറിച്ചുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുകൾ, ഹിസ്റ്ററികളൊക്കെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഐഡിയാസൊക്കെ തന്ന ഈ ഒരു 5th ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ചാപ്റ്ററായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പരമാവധി അത് ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ ചാപ്റ്ററായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ നമ്മളുടെ എക്സാം പോയിൻറ്റിൻ്റെ ഗൈഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ റെഫർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ അത്രയും കൂടെ നിങ്ങൾക്ക് ആ എക്സാം ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.